കനത്ത പ്രഹരമായി. അപ്പോൾ 2024 ഫെബ്രുവരി മാസം 15-ാം തീയതി സുപ്രീം കോടതി നമ്മുടെ ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിച്ചു. മാത്രവുമല്ല 2024 മാർച്ച് മാസം 11-ാം തീയതി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരുടെ സകല വിവരങ്ങളും അടുത്ത പ്രവൃത്തി ദിവസം ഇലക്ഷൻ കമ്മീഷന് കൈമാറണം എന്ന നിർദ്ദേശം കൊടുത്തു. അങ്ങനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാ വിവരങ്ങളും ഇലക്ഷൻ കമ്മീഷന് കൈമാറിയത് 2024 മാർച്ച് മാസം 13-ാം തീയതിയും ഈ വിവരം ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചത് പ്രകാരം 2024 മാർച്ച് 15-ന് ഇലക്ഷൻ കമ്മീഷൻ ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച് നമുക്ക് പഠിക്കുവാനുള്ള ഏറ്റവും കാതലായ പോയിന്റുകൾ.